ഇനി ഇന്നത്തെ ദേശീയ വാർത്തകളിലേക്കാണ് കടക്കുന്നത്. ലോക്സഭയിലേക്കുള്ള 4ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 9 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി 96 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. MG മിഥുൻ ആണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. മിഥുൻ, ഒരുപക്ഷെ ഈ ഘട്ടത്തോടുകൂടി ദക്ഷിണേന്ത്യ ഏതാണ്ട് പൂർണ്ണമായും ജനവിധി എഴുതുന്ന സാഹചര്യം ആണല്ലോ ഉള്ളത്. ആരൊക്കെയാണ് ജനവിധി തേടുന്ന പ്രമുഖർ? വോട്ടെടുപ്പ് ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? അഭിലാഷ്, 96 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉത്തർപ്രദേശിലെ കനൌജിൽ SP അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ VVPATും ഒപ്പം തന്നെ EVയും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ SP മുന്നോട്ട് വെക്കുകയാണ്, സമാജ്വാദി പാർട്ടി മുന്നോട്ട് വെക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉടൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ കനൌജിലെ റസൂലാബാദിലെ 98ാം നമ്പർ ബൂത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. കാരണം VVPATും ഒപ്പം തന്നെ EVയും തമ്മിൽ എണ്ണുമ്പോൾ അത് മോക്ക് പോളിലടക്കം അത്തരത്തിലൊരു വ്യത്യാസം രൂപപ്പെട്ടിരുന്നു. അത് അപ്പോൾ തന്നെ അറിയിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ വോട്ടെടുപ്പ് ഇവിടെ നിർത്തിവെക്കണമെന്നുള്ള ആവശ്യമാണ് SP മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടില്ല. നിലവിൽ ഈ ബൂത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ദേശീയ തലത്തിലുള്ള തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ SP-യുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SP-യുടെ അധ്യക്ഷൻ അഖിലേഷ് യാദവ് തന്നെ മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് കനൌജ്. അവിടെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടായപ്പോൾ അതിൽ വലിയ രീതിയിൽ അവർ അത് പ്രശ്നം കാണിക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ അവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 ഈ ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും കൂടുതൽ മേൽക്കൈ നേടിക്കൊടുത്ത ഒരു ഘട്ടം കൂടിയായിരുന്നു 4ാം ഘട്ടം എന്ന് പറയുന്നത്. അന്ന് BJP മത്സരിച്ചതിൽ 42 BJPക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു. ഒപ്പം തന്നെ സഖ്യകക്ഷികളെല്ലാം കൂടി ബാക്കി 32 വിജയിക്കാൻ സാധിച്ചിരുന്നു. 12 മാത്രമാണ് നിലവിൽ ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാൻ അന്ന് സാധിക്കുകയും ചെയ്തത് ഈ 96 മണ്ഡലങ്ങളിൽ. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടം തന്നെയാണ് BJP സംബന്ധിച്ച് ഇവിടെ കാഴ്ചവെക്കുന്നത്. കൂടാതെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഇന്ന് അവിടുത്തെ മുഴുവൻ സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ രണ്ടിടത്തും BJP നിലം മെച്ചപ്പെടുത്താനും ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാധ്യത കൂടി അവിടെ വിലയിരുത്തുന്നുണ്ട്. കാരണം നമുക്കറിയാം TDPയും ഒപ്പം തന്നെ ജനസേന അടക്കമുള്ള പാർട്ടികളുമായി ഒരുമിച്ചാണ് ഇത്തവണ BJP അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൂടാതെ അവിടെ നിയമസഭയിലേക്കുള്ള 175 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി ഈ ഒരു ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നു. അവിടെയെല്ലാം തന്നെ മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ BJP സംബന്ധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അന്ന് ഈ ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിൽ 11 ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. അവിടെ 1% താഴെ വോട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് പാർട്ടികൾ വിജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു കനത്ത പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോളിംഗ് ശതമാനം ഈ 4ാം ഘട്ടത്തിലെങ്കിലും ഉയരുമോ എന്ന കാര്യമാണ് എല്ലാ പാർട്ടികളും നോക്കിക്കാണുന്നത്. മറ്റ് ഘട്ടങ്ങളിലെല്ലാം തന്നെ പോളിംഗ് ശതമാനം കുറവായിരുന്നു. ഈ ഘട്ടങ്ങളിലെങ്കിലും ഈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ ഉണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷ ഇന്ത്യ വെച്ചു പുലർത്തുന്നു. ഒപ്പം തന്നെ മറ്റു പാർട്ടികളും വെച്ചു പുലർത്തുന്നു. 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കരുത്തരായ സാരഥികൾ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന പ്രത്യേകതയുണ്ട്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആധിപത്യം ലഭിച്ച മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയാണ് തെരഞ്ഞെടുപ്പ്. പക്ഷേ ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഒക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം ആണ് നിലനിൽക്കുന്നത്.